ജയൻ നമ്പ്യാറിൻ്റെ ഡെബ്യൂ ഡയറക്ഷൻ GR ഇന്ദുഗോപൻ, രാജേഷ് പിണ്ടൻ എഴുതി പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തിലെത്തുന്ന സിനിമ. ആ സിനിമ ടീസർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം 2020 കാലഘട്ടങ്ങളിൽ തന്നെ നോവലായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ് വിലായത് ബുദ്ധ. നമ്മളുടെ GR ഇന്ദുഗോപൻ തന്നെയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. 2020 തന്നെ നമ്മളുടെ ഡയറക്ടറും റൈറ്ററും ആയിരുന്ന നമ്മളെ വിട്ടുപിരിഞ്ഞ സച്ചി ഈ പടത്തിൻ്റെ അഡാപ്റ്റേഷൻ ചെയ്യുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. സോ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ജയൻ നമ്പ്യാറാണ് ഇപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് പൃഥ്വിരാജാണ് ഇതിൻ്റെ അകത്തുള്ള ഡബിൾ മോഹൻ എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് നമ്മൾ പൃഥ്വിരാജിന് കാലിന് ഒരു ഇഞ്ചുറി പറ്റി എന്നുള്ള വാർത്തകളൊക്കെ വന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ ഈ സിനിമയും ബേസിക്കലി നോക്കുകയാണെങ്കിൽ നോവലിനെ ബേസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നൊരു സിനിമയാണ്. ഈ നോവൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നോവൽ എങ്ങനെയുള്ള നോവലാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് കുറച്ച് നാൾക്ക് ശേഷമാണ് കുറച്ചും കൂടെ റഗഡായിട്ടുള്ള ഒരു മാസ് അപ്പീലിംഗ് കഥാപാത്രം ചെയ്യുന്നത്. ആൻഡ് ടീസർ വളരെ പ്രോമിസിംഗ് ആയിട്ടുണ്ട്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സിനിമ ബേസിക്കലി പറയുന്നത് ഒരു ചന്ദനക്കടത്തിനെ ബേസ് ചെയ്യുന്നൊരു സിനിമയാണ്. അതായത് ചന്ദനമരം അത് ബുദ്ധ പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി പലയിടത്തും ട്രേഡ് ആവുന്നുണ്ട്. സോ ആ ഒരു എന്താ പറയുക സാൻഡൽവുഡ് ആ സ്മഗ്ലിങ്ങിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു സിനിമ തന്നെയാണ്. സോ സിനിമയുടെ ടീസറിൻ്റെ അകത്തും ആ പുഷ്പ റെഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇതൊക്കെയാണെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ അത് സാൻഡൽവുഡ് അത് ബേസ് ചെയ്യുന്ന രണ്ട് പേരുടെ ഒരു ഈഗോ ക്ലാഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പടം നേരത്തെ എടുക്കാതിരുന്നത് സച്ചി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് കഥാപാത്രങ്ങൾ അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറും റൈറ്ററുമാണ് അദ്ദേഹം. സോ മേ ബി അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ഒരു നോവൽ സിനിമയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. സോ എനിവേ ടീസർ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ടീസർ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് എന്താ പറയുക ഈ ഒരു റഗഡ് ഫോമിൽ കുറച്ച് മാസമായിട്ട് കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇപ്പം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് നിന്ന് പുള്ളി ഇത്രയും ഒരു എന്താ പറയുക കുറച്ച് വയലൻസ് ആയിട്ടുള്ളൊരു കഥാപാത്രം പുള്ളി ഈ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല. സോ എസ്പെഷ്യലി വളരെ നന്നായിട്ടുണ്ട്. ആൻഡ് ടീസർ നോക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക കുറച്ച് എൻഗേജിങ് ആയ ഒരു ടീസറാണ്. അതുപോലെ തന്നെയുള്ള ജേക്സ് ബിജോയ് ജോയാണ് മ്യൂസിക് ചെയ്യുന്നത്. പറയേണ്ട ആവശ്യമില്ല, പുള്ളി വേറെ ലെവലായിരിക്കും. സോ ഈ ഒരു സിനിമയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ നോവൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.